ഇനി പോയിട്ടൊരു ഉറക്കറങ്ങണം. എന്റെ മോനെ ഒരു മൂത്രയ്ക്കാൻ മുട്ടത്തെ കൊണ്ട് കയറി. ഹായ് ഗൈസ്, നമ്മളൊന്ന് കറങ്ങാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ വണ്ടി കിട്ടിയില്ല. ഒരിക്കൽ ടാക്സി ബുക്ക് ചെയ്തു, അത് കിട്ടി. പക്ഷെ പെട്ടെന്ന് നോക്കുമ്പം ഡ്രൈവർ അത് ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചു നോക്കിയപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ മൊത്തം മൂട് പോയിരിക്കുമായിരുന്നു. ഇവിടെ ഇങ്ങോട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ടാക്സി കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ടാക്സി കിട്ടി. കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അത് ക്യാൻസലായി. പിന്നെ ആ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡിയായി. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള ഒരു സിറ്റിയിലേക്കാണ്. അത്യാവശ്യം പോകാനുണ്ട്, ഒരു 10-18 കിലോമീറ്ററോളം ഉണ്ട്. ഇത് പോളണ്ടിലെ ഒരു ചെറിയ സിറ്റിയാണ്. പക്ഷേ ഹിസ്റ്ററി കൊണ്ടും വ്യൂ കൊണ്ടും അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ്. വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് അവർ എന്തല്ലോ ഇങ്ങനെ പറയുന്നത്. ഞാനാകെ പോസ്റ്റായി. അങ്ങനെ നമ്മൾ പ്ലോസ്കിലെ ഓൾഡ് ടൗണിലെത്തി. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. ഈ പള്ളിക്ക് ഒരുപാട് പഴക്കമുണ്ട്. ഏകദേശം 12-ാം നൂറ്റാണ്ടിൽ, അതായത് 900 വർഷങ്ങൾക്ക് മുമ്പേ പണിതതാണ് ഈ പള്ളി. അതിനുശേഷം ഒരുപാട് തവണ പുതുക്കി പണിതിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇതിങ്ങനെ പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. നമ്മൾ ഇതിന് മുന്നേയും ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ വന്നപ്പോൾ അകത്ത് കയറിയില്ല. മുന്നേ വന്നപ്പോൾ കയറിയ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ. ഇതിനകത്ത് കയറിയ തന്നെ അടിപൊളിയാണ് കാണാനൊക്കെ. ഈ പള്ളിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ പോളണ്ടിലെ പഴയ രാജാക്കന്മാരെ സംസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പള്ളി അങ്ങനെ മതപരമായിട്ട് മാത്രമല്ല, ഹിസ്റ്ററിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പള്ളിയാണിത്. അടുത്തത് ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു മ്യൂസിയത്തിൽ നമ്മൾ കയറിയില്ല. പക്ഷേ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ വസ്തുക്കളും കലാസൃഷ്ടികളും ഒക്കെയാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര കാമായിട്ട് റിലാക്സിങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ ഒക്കെ ടൈമിൽ ഇവിടെ ലൈറ്റ് കൊണ്ടൊക്കെ ഫുൾ അലങ്കരിച്ചിട്ടായിരുന്നുണ്ട്. നമ്മൾ അപ്പം വന്നപ്പോൾ കുറച്ച് വീഡിയോസ് ആണ് ഇത്. അന്ന് ഇവിടെ ഐസ് സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഐസ് സ്കേറ്റിംഗ് കയറി ട്രൈ ചെയ്തിട്ടുണ്ടായി. പള്ളിയോട് ചേർന്നിട്ട് തന്നെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടുന്ന് കാണാൻ പറ്റുന്നത് പോളണ്ടിലെ തന്നെ ഏറ്റവും വലിയ നദിയായ വിസ്റ്റുല റിവറാണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബ്രിഡ്ജ് കാണാം. പിന്നെ ഇവിടെ കപ്പിൾസൊക്കെ വന്നിട്ട് ഇതുപോലെ ലവ് ലോഗ്സ് ഉണ്ടാക്കി വെക്കും. ഇത് ഇവിടെ നിന്നുള്ള ഈവനിങ് വ്യൂ ആണ്. അടിപൊളിയാണ്. പിന്നെ ഇവിടെ പുഴയിലൂടെ ഒരു ലോങ് വാക്ക് വേ ഉണ്ട്. അതിൻ്റെ എൻഡിലായിട്ടൊരു കഫേയും ഉണ്ട്. എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. ഈ സ്റ്റെപ്സ് കണ്ടോ, ഇത് മൊത്തം ഇറങ്ങി താഴെ പോയാൽ നമുക്ക് ആ റിവറിൻ്റെ അടുത്ത് എത്താം. മടി കാരണം നമ്മൾ അന്ന് ഇറങ്ങില്ല. പക്ഷെ നമ്മൾ മുന്നേ പോയ വീഡിയോസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മളന്ന് വൈകുന്നേരമായിരുന്നു വന്നത്. അപ്പോഴേക്കും കുറച്ച് ഇരുടായി തുടങ്ങിയിരുന്നു. പക്ഷേ അടിപൊളി വൈബ്, കാമായിട്ടുള്ള അടിപൊളിയായിരുന്നു. അതുപോലെ പോളണ്ടിലെ ഏറ്റവും നീളം കൂടിയ പാലം സ്ഥിതി ചെയ്യുന്നതും പ്ലോസ്കിലാണ്. ഈ പാലല്ല കേട്ടോ, അത് വേറെ പാലാണ്. സോളിഡേറ്ററി ബ്രിഡ്ജ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. 12 മുതൽ 1940 വരെയുള്ള ഒരു പ്രത്യേക തരം ഇതാണ് ഇത്. ചോദിക്കണം. പള്ളിയുടെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് യു സ്കൂൾ കാണാൻ പറ്റും. ഇതും പോളണ്ടിലെ ഏറ്റവും പഴക്കമുള്ള സ്കൂളുകളിൽ ഒന്നാണ്. ഈ സ്റ്റാറ്റ്യൂലുള്ളത് പോളണ്ടിലെ ഒരു ഇമ്പോർട്ടന്റ് ലീഡറാണ്. ഇദ്ദേഹത്തിന്റെ പേരിലാണ് യു സ്കൂൾ. ഇത് ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റിന്റെ ഒരു എൻട്രൻസ് ആണ്. കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ പൈസ കോയിൻ ഇട്ടിട്ടോ അതിൽ കയറാം. ആണോ? ഓക്കെ, 100% ഓക്കെ. എന്റെ മോനെ ഒരു മൂത്രയ്ക്കാൻ മുട്ടത്തെ കൊണ്ട് കയറി. Now you okay? Yeah, 100% okay. ഇവിടെ നമ്മൾ മുന്നേ ഒരിക്കൽ വന്നപ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള പിരോഗി എന്ന് പറയുന്നൊരു ഫുഡ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായി. കാണാൻ നമ്മുടെ നാട്ടിലെ മോമോസൊക്കെ പോലെയാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ മാറ്റാണ്. നമ്മൾ കഴിക്കാൻ കയറിയ ഷോപ്പും മൊത്തത്തിലൊരു ട്രഡീഷണൽ ലുക്കായിരുന്നു. പണ്ട് കാലത്ത് പോളണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരുപാട് വീട്ടുപകരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളന്ന് ദങ്കയുടെ കൂടെയായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടി പോയത്. നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ദങ്ക അന്ന് കുറേ കഷ്ടപ്പെട്ടു പോയി. നമ്മൾ പിരോഗി ഓർഡർ ചെയ്തു. അതിന് മുന്നേ ഒരു സ്റ്റാർട്ടറായിട്ട് ഈ ബ്രെഡും പിന്നെ പോർക്ക് സ്മാഷ് ചെയ്തൊരു സാധനവും കിട്ടി. ഇതാണ് ഇവിടുത്തെ ടൗൺ ഹാൾ. സോ ബേസിക്കലി ദ ഹോൾ ഏരിയ തന്നെ ഹിസ്റ്ററി കൊണ്ട് നിറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി KFC പോകാന്ന് വെച്ചു. നമുക്ക് ടാക്സി കിട്ടിയത് പോളിഷുകാരൻ്റെതായിരുന്നു. പോളിഷുകാരന് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയായിരുന്നു. എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ കുറേ സമയം സംസാരിച്ചു.
for me. Nice to meet you. Good. Nice to meet you. You too. Have a good day. ഇന്നത്തെ കറക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മളെ കൊച്ചു ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തി. ജാക്കറ്റിലൊരു ഓടിയും കൂടണം, തണുപ്പുണ്ട് അത്യാവശ്യം. വിന്റർ കഴിഞ്ഞ പാട് വലിയൊരു ആവേശത്തിൽ ഇറങ്ങി പോയതേനു. നോക്കുമ്പോ ഉച്ചക്കത്തേക്ക് പ്ലാൻ ചെയ്തതാ, അത് വൈകിട്ടായി. അതുകൊണ്ടല്ലേ ഉച്ചക്കെല്ലാം പോയാൽ കറക്റ്റാ. KFC ഇന്നത് കൂടി ഇനി പോയിട്ട് ഉറക്കറങ്ങണം. നാളെ രാവിലെ എണീച്ച് വീണ്ടും നാളെ പണിക്ക് പോകണം ഗൈസ്. അങ്ങനെ വീക്കെൻഡ് കഴിഞ്ഞ് ഒരു ഞായറാഴ്ച പോയാൽ ഓക്കെ ബൈ, സീ യു.